ഗുഡ് മോർണിംഗ്. ഇന്ന് തിരുവോണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റതിന് ശേഷം പൂവിടാൻ വന്നിട്ടുണ്ട്. ചേച്ചിയും കൂടെ കൂടിയിട്ടാണ് പൂവിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ചേച്ചീനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. ഒരു 3:15 ആയിട്ടുണ്ടാവുള്ളൂ സമയം കേട്ടോ. നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചീനെ ഞാൻ അടുക്കളയ്ക്ക് ആക്കിയിട്ട് ഞാൻ പൂവിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും കൂടെ കുറച്ചിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇട്ട് വന്ന് തുടങ്ങിയപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനും ചേച്ചിയും കൂടെ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ അമ്മമാരും കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ അത് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നത്. പൂവ് തികയാതെ വന്നപ്പോൾ മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ അമ്മ തേങ്ങ ചിരവി കഴിയാറായിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോഴേക്ക്. പിന്നെ നമ്മൾ പുളിയിഞ്ചിയൊക്കെ കുപ്പിയിലാക്കാണ്ടായിരുന്നു. അതൊക്കെ കുപ്പിയിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് ചാപ്പി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാപ്പിയാണ് വിളക്കൊക്കെ പൂക്കളത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യണത്. പിന്നെ അമ്മ വിളക്കൊക്കെ വെച്ചതിന് ശേഷം അടുക്കളയ്ക്ക് വന്നിട്ട് പിന്നെ ഞങ്ങളെ കലാപരിപാടികളാണ്. സംഭവം എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. തമാശ പറഞ്ഞിരിക്കും, കുറേ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയും, പിന്നെ കുറേ സെൻറ്റിമെൻറ്റലാവും. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ അമ്മമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ. അമ്മമ്മയും കൂടെ വന്നിട്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ അപ്പോഴേക്ക് പൈനാപ്പിൾ പച്ചടിക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് വെന്ത് വരാനായപ്പോൾ ഞാൻ അതിലേക്കുള്ള നാളികേരമൊക്കെ അരച്ചിട്ട് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറിനും കൂടെ വെള്ളം വയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ബാക്കിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെല്ലാ കറികളും ഒക്കെ ആയിട്ടുണ്ട്. സദ്യ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. കൂട്ടിക്കറി, മോലനും അവിയലും രസവും സാമ്പാറും പച്ചടി കിച്ചടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുളിയിഞ്ചി അച്ചാർ, പായസം ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ സെറ്റായി. നമ്മൾ ആദ്യം അനിയൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോൾ അവൻ വന്നു. പിന്നെ നമ്മൾ നിലത്തിരുന്നിട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. അമ്മയും പിന്നെ ചേച്ചീൻ്റെ അമ്മയും കൂടെ ടേബിളിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും അവിടെയാണ് കേട്ടോ നിലത്തിരുന്നിട്ടാണ് കഴിച്ചത്. പിന്നെ ഞാനൊന്ന് അനുവിനോട് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓന് ഒന്ന് പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാ വർഷമുള്ള പതിവാണ് കേട്ടോ. അച്ഛന് ഓരോ വായ എല്ലാവരും കൊടുക്കണം എന്നുള്ളത് അച്ഛൻ്റെ ഒരു താല്പര്യമാണ്. അപ്പോൾ അമ്പാടി വേഗം വന്നിട്ട് ആരും പറയാതെ തന്നെ വന്നിട്ട് അമ്പാടി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ നേരത്തെ കഴിച്ച് എല്ലാവർക്കും വേണ്ടി വെയിറ്റ്